ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അനുമോക്ക് 8ൻ്റെ പണി കിട്ടിയെന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. അതായത് ഇന്നൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ അനുമോക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അനുമോൾ ഇങ്ങനെ ആംഗ്യ ഭാഷയിലൂടെ മാത്രമാണ് അവിടെയുള്ള ആളുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മുടെ അനുമോളുടെ പാവ എടുത്തു മാറ്റാൻ വേണ്ടി അക്ബറും അപ്പാനിയും ഷാനവാസും ഒക്കെ വെറുതെ തമാശയ്ക്ക് ഇങ്ങനെ ശ്രമിച്ചു, പാവ മാറ്റിയെറിയാൻ വേണ്ടി. അങ്ങനെ വന്നപ്പോൾ ഈ അനുമോള് ഷാനവാസിൻ്റെ കൈ മൊത്തം നല്ല രീതിയിൽ മാന്തി നുള്ളി അള്ളി മുറിച്ചിരിക്കുകയാണ്. അതായത് ഒരു വയലൻസ് ഷാനവാസിൻ്റെ അടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഷാനവാസ് തമാശയ്ക്ക് അനുമോളുടെ പാവ എടുക്കാൻ നോക്കിയപ്പോൾ ഷാനവാസിന് നേരെ അനുമോൾ ചെറിയ രീതിയിലുള്ളൊരു വയലൻസ് കാണിച്ചു. ഇപ്പോൾ ഷാനവാസ് അതിനെതിരെ പ്രതികരിക്കുകയാണ്. നിനക്ക് നന്ദി എന്ന് പറയുന്നൊരു സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെയുള്ള പല ആളുകളെയും പിണക്കിയത്. എന്നിട്ട് നിനക്കതിന് നന്ദിയുണ്ടോ? നീ ഈ പാവയുമായി എടുത്ത് കാണിക്കുന്ന ഡ്രാമ ആദ്യം ഒന്ന് നിർത്ത്. എന്ത് പറഞ്ഞാലും കരയുന്ന ഒരു പാവയെ എടുത്ത് പാവയ്ക്ക് പേര് വിട്ട് പാവയോട് ഓരോ കാര്യങ്ങളും പറയുന്ന ഈ ഡ്രാമ ഒന്ന് മതിയാക്കുക എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അനുമോളെ നല്ല രീതിയിൽ ശകാരിക്കുന്നുണ്ട്. അനുമോൾക്ക് തിരിച്ച് പറയണമെന്നുണ്ടെങ്കിൽ പോലും അനുമോൾ ആംഗ്യ ഭാഷ എന്തൊക്കെ പറയുന്നുണ്ട്, അത് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ തൊട്ടടുത്തിരുന്ന ജിഷിനും നമ്മുടെ അനുമോളെ ശകാരിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഒരാളുടെ കയ്യൊക്കെ ഇങ്ങനെ മുറിക്കാൻ പോകുന്നത്, നിനക്ക് എന്താണ് തലയ്ക്ക് സുഖമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ജിഷിനും ഈ അനുമോളെ ശകാരിക്കുന്നുണ്ട്. എന്തായാലും ആ പാവയുമായിട്ട് അനുമോൾ കാണിക്കുന്ന നല്ല ഒന്നാന്തരം ഡ്രാമയാണെന്ന് പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രാമയുടെ ഫലമായിട്ട് നമ്മുടെ പാവപ്പെട്ട ഷാനവാസിൻ്റെ കൈ മൊത്തം മുറിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.